പ്രണയമണി തൂവൽ ഭാഗം 8. അഭി നേരെ തൻ്റെ മുറിയിലേക്ക് വന്നു. വന്നപാടെ ടവലും എടുത്ത് ബാത്റൂമിൽ കയറി. കുളി കഴിഞ്ഞ് താഴേക്ക് വന്നപ്പോൾ അമ്മയുടെ നിർദ്ദേശപ്രകാരം പ്രിയ പോകാൻ തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. അവൻ നീരസത്തോടെ താഴേക്ക് വന്ന്, അഭി വന്നല്ലോ, എന്നാ രണ്ടാളും കൂടി ചെല്ല്. ഗോമതി സന്തോഷത്തോടെ അവരെ യാത്രയാക്കി. ഇരുവരും കാറിൽ കയറി പോയതും ഗോമതി തിരിഞ്ഞു. മുന്നിൽ കോപത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന ഹരിയെ കണ്ടതും ആദ്യം അവളൊന്ന് വിരണ്ടു. പിന്നെ ചിരിച്ചുകൊണ്ട് അയാളുടെ അരികിലേക്ക് ചെന്ന്, ഹരിയേട്ടൻ എന്നിട്ടോ, ഞാനിപ്പോൾ കോഫി ഇട്ട് കൊണ്ടുവരാം. അവൾ അയാളുടെ മുന്നിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് കരുതി പറഞ്ഞു നടന്നു. ഗോമതി നിൽക്ക്. അയാളുടെ വിളി കേട്ട് ഗോമതി ചങ്കിടിപ്പോടെ നിന്നു. എന്താ നിൻ്റെ ഉദ്ദേശം? അയാൾ അവളുടെ അരികിൽ വന്ന് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്തുദ്ദേശം? തമ്മിൽ കണ്ടാൽ കീരിയും പാപവുമായി നടക്കുന്ന 2 പേരെ ഓരോ കള്ളക്കഥ പറഞ്ഞ് ഒന്നിപ്പിച്ചത് എന്തിനാണെന്ന്. അവൾ ഞെട്ടലോടെ അയാളെ നോക്കി. കള്ളക്കഥയോ? എന്തൊക്കെയാണ് പറയുന്നത്? ഉണ്ടായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വേണ്ട ഗോമതി, എന്നോട് കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ എന്ന് കരുതേണ്ടതേ. എന്തൊക്കെ പറഞ്ഞാലും അഭി അങ്ങനെ ഒരു തെറ്റ് ആരോട് ചെയ്യില്ല. ഇത്രയൊക്കെ വഴക്കടിച്ചാലും പ്രിയോട് അവൻ അങ്ങനെ പെരുമാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഹരിയുടെ ഞാൻ പറഞ്ഞത് സത്യമാണ്. അത് കേട്ടതും ഹരി ദേഷ്യത്തോടെ അവിടെ ഉണ്ടായിരുന്ന ഫ്ലവർ വേസ് എടുത്ത് വലിച്ചെറിഞ്ഞു. അത് പൊട്ടിച്ചിതറിയതും ഗോമതി ഞെട്ടി വിറച്ചുപോയി. എന്നോട് സംസാരിക്കുമ്പോൾ ആലോചിച്ച് വേണം സംസാരിക്കാൻ. നീ പറഞ്ഞ കാര്യം തൊണ്ട തൊടാതെ വിടുങ്ങാൻ ഇവിടുത്തെ മണ്ടൻ നാട്ടുകാരെയും ബന്ധുക്കളെയും പോലെയല്ല ഞാൻ. ശത്രുക്കളുടെ നീക്കം സൂക്ഷ്മമായി നിരീക്ഷിച്ച് അവരെ തകർക്കുന്ന ഒരു കമാൻഡിംഗ് ഓഫീസറായിരുന്നു ഞാൻ. നീ അത് മറക്കരുത്. അയാൾ അവളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഗോമതി ഒന്ന് വിരണ്ടു. സത്യം പറ, എന്തായിരുന്നു നിൻ്റെ മോട്ടീവ്? ഗോമതി ഭീതിയോടെ ചുറ്റും നോക്കി. ആരും ആ പരിസരത്തില്ലെന്ന് ഉറപ്പുവരുത്തി. അത് പ്രിയമോൾ എൻ്റെ മരുമകളായി വരണം എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അത് പറയുമ്പോഴേ അഭിയും നീലിമയും തമ്മിൽ ഇഷ്ടത്തിലായി. പ്രിയമോൾക്കൊരു നല്ല ജീവിതം കിട്ടുമെന്നായപ്പോൾ എനിക്കും സന്തോഷമായിരുന്നു. അവർ സന്തോഷത്തോടെ ജീവിച്ചാൽ മതി എന്ന പ്രാർത്ഥനയായിരുന്നു. പക്ഷേ അന്ന് ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ പയ്യൻ ഓരോ അപവാദം പറഞ്ഞ് പ്രിയെ അപമാനിച്ചപ്പോൾ ഇനി ഒരാളും അറിഞ്ഞുകൊണ്ട് പൂർണ്ണ മനസ്സോടെ അവൾ സ്വീകരിക്കാൻ തയ്യാറാവില്ലെന്ന് മനസ്സിലായി. എനിക്ക് വേണ്ടി ജീവിതം ഹോമിച്ച ആളാണ് എൻ്റെ ഏട്ടൻ. ആ ഏട്ടൻ്റെ മകളുടെ ജീവിതം തകർന്നു നിൽക്കുന്നത് കാണാൻ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. വർഷങ്ങളായി ഈ ഒരു അപവാദത്തിൻ്റെ പേരിൽ അവൾ കുറേ അനുഭവിക്കുന്നു. അത് ചെയ്തവൻ ആരായിരുന്നാലും അയാൾ സമൂഹത്തിൽ മാന്യനായി ജീവിക്കുന്നുണ്ടാകും. എൻ്റെ കുഞ്ഞ് മാത്രം അപമാനവും പേര് നടക്കുന്നത്. അതിനൊക്കെ ഒരു അവസാനം വേണം. അതിനാണ് ഞാൻ ഇങ്ങനൊരു കള്ളം പറഞ്ഞത്. ഗോമതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അയാൾ ഒരു നിമിഷം മൗനമായി. എന്നിട്ട് എന്ത് പ്രയോജനം? മറ്റൊരുപോലെ മനസ്സിൽ കൊണ്ട് നടന്നവനവൻ. ആ സ്ഥാനത്ത് അവൻ പ്രിയെ കാണുമെന്ന് നീ കരുതുന്നുണ്ടോ? ആദ്യം അവന് കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാകും. പക്ഷെ പോകെ എല്ലാം ശരിയാവും. പ്രിയ നല്ല കുട്ടിയാണ്. അവളെ സ്നേഹിക്കാതിരിക്കാൻ അവന് കഴിയില്ല. എനിക്ക് ഉറപ്പുണ്ട്. അവർ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കും. അതും പറഞ്ഞ് ഗോമതി കണ്ണുകൾ തുടച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. ഹരി മുഷ്ടി ചുരുത്തി ഗൗരവത്തോടെ എന്തോ ആലോചിച്ചു നിന്നു. പാർക്കിങ്ങിൽ വണ്ടി നിർത്തി പ്രിയയും അഭിയും ഇറങ്ങി. ഇരുവരും നേരെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത്. ആഹാ, ഇതാരാ? പുതുമണവാളനും മണവാട്ടിയും എത്തിയോ? നിങ്ങൾ കണ്ടില്ലല്ലോ എന്ന് കരുതി ഇരിക്കുകയായിരുന്നു ഞാൻ, പൂജാരി പറഞ്ഞു. ഇരുവരൊന്ന് പുഞ്ചിരിച്ചു. രണ്ടാളും വലം വെച്ച് വന്നോളൂ, പൂജാരി പറഞ്ഞു. ഇരുവരും നടക്കിൽ നിന്ന് തൊഴുതു. പിന്നെ വലം വെച്ചു. അവരെ കണ്ടവരൊക്കെ അടക്കി ചിരിക്കുകയും പരസ്പരം എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നതും കണ്ട് രണ്ടാൾക്കും വല്ലാത്ത അസ്വസ്ഥത തോന്നി. തൊഴുത് വഴിപാടും കഴിച്ച് പ്രസാദവും വാങ്ങി ഇരുവരും ക്ഷേത്രത്തിൽ നിന്ന് വേഗം ഇറങ്ങി വീട്ടിലേക്ക് തിരിച്ചു. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു. യമുനയും ഗോമതിയും കൂടി ഭക്ഷണം വിളമ്പി. നീയും കൂടി ഇരുന്ന യമുനെ, ഞാൻ വിളമ്പിത്തരാം, ഗോമതി പറഞ്ഞു. അത് വേണ്ട, അപ്പോൾ ഏടത്തി തനിച്ചാവില്ലേ, നമുക്കൊരുമിച്ച് കഴിക്കാം, യമുന പറഞ്ഞു. എന്തിനാ 2 പേരും കാക്കുന്നേ? ഇവിടെ സ്ഥലമുണ്ടല്ലോ, ഏടത്തി ഇരിക്കേ, ഗിരി പറഞ്ഞു. അതെ, അമ്മയും ചെറിയമ്മ ഇരിക്കേ, നിമിഷയും പറഞ്ഞു. അല്ല, അഭി ഇവിടെ കണ്ടില്ലല്ലോ, ഗിരി ചോദിച്ചു. അവൻ പ്രിയയും കൂടി കുടുംബക്ഷേത്രത്തിൽ പോയിരിക്കുക. ആദ്യം അവിടെയാണല്ലോ പോകാൻ, പിന്നെയല്ലേ വിരുന്നിന് പോകാൻ പറ്റൂ, ഗോമതി പറഞ്ഞു. അപ്പോൾ മുറ്റത്ത് കാറ് വന്ന് നിന്നു. ദേ അവർ വന്നെന്ന് തോന്നുന്നു, ഗോമതി പറഞ്ഞു. അപ്പോഴേക്കും ഇരുവരും അകത്തേക്ക് വന്നു. ആഹാ, നിങ്ങൾ ഇത്ര വേഗം തിരിച്ചു വന്നാ? അവിടെ വേറെ ആവശ്യമൊന്നുമില്ലല്ലോ, അവൻ പ്രിയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ രണ്ടാളും ഇരിക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. രണ്ടാളും വന്നിരുന്നു. ഗോമതി രണ്ടാൾക്കും ഭക്ഷണം വിളമ്പി കൊടുത്തു.
ആ ഏട്ടാ, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാനും യമുനയും നാളെ തിരിച്ചു പോവുകയാണ്. ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. ഒന്ന് 2-3 പേര് സിക്ക് ലീവ് ആയതുകൊണ്ട് അവിടെ കുറച്ച് തിരക്കാം. അതുകൊണ്ട് ഞങ്ങൾ നാളെ പോകും. നിങ്ങളെങ്ങനെയാ, ഉടനെ വരുന്നുണ്ടോ അതോ? ഇരു ചോദിച്ചു. ഏയ്, അധിക നാളൊന്നും ഇവിടെ നിൽക്കണ്ട. പറ്റിയ നാളെ തന്നെ ഞാനും അങ്ങ് വരും. ഓഫീസിലാകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുക. ഞാൻ ചെന്നില്ലെങ്കിൽ ശരിയാവില്ല. അഭി പറഞ്ഞത് കേട്ട് ഗോമതിയും പ്രിയയും അവനെ നോക്കി. അതെന്ത് പോകാം മോനെ, നമ്മുടെ ബന്ധുക്കളൊക്കെ എവിടെയല്ലേ? കല്യാണം കഴിച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് വിരുന്നിന് പോകേണ്ടതല്ലേ? അതല്ലേ നാട്ടു നടപ്പ്? ഗോമതി ചോദിച്ചു. എന്തിന്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കല്യാണം എല്ലാവരും കണ്ടതല്ലേ, അത് മതി. എന്തൊക്കെയായാലും നമുക്ക് ഉടനെ തിരിച്ചു പോയേ പറ്റൂ. ഇനി നിങ്ങൾ വരുന്നില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെ വന്നോ. പക്ഷെ ഞാൻ നാളെ തന്നെ പോകും. അതും വീട്ടുകാരുടെ അതും പറഞ്ഞ് അവൻ എഴുന്നേറ്റു. പ്രിയ വിഷമത്തോടെ അവിടെ ഇരുന്നു. മുറിയിലിരുന്ന് ലാപ്ടോപ്പിൽ എന്ത് വർക്ക് ചെയ്യുകയായിരുന്നു അബി. പ്രിയ അവിടേക്ക് വന്നു. അബീട്ട, അവൾ മുഖമുയർത്തി അവനെ നോക്കി. എന്തു വേണം? നാളെ തന്നെ ഇവിടുന്ന് പോകണമെന്നുണ്ടോ? കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ? അവൻ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു. ഞാൻ എപ്പോൾ പോവണ എന്ന് തീരുമാനിക്കുന്നത് ഞാനാ, അല്ലാതെ നീയല്ല. പിന്നെ എൻ്റെ കൂടെ നീ വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ വരാം, നിനക്ക് അല്ലേ തറവാട്ട് പോയി അമ്മയുടെയും ബന്ധുക്കളുടെയും കൂടെ നിൽക്കാം. എന്തായാലും ഞാൻ പോകും, അവൻ തറപ്പിച്ച് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് 2 ദിവസം പോലും ആയിട്ടില്ലല്ലോ. അതിലേക്ക് പോവാന്ന് വെച്ചാൽ ബന്ധുക്കളൊക്കെ ശരിക്കും കണ്ടതുകൂടിയില്ല. കണ്ടിട്ട് എന്തിനാ, ഇന്ന് അമ്പലത്തിൽ പോയപ്പോൾ തന്നെ അനുഭവിച്ചതല്ലേ. ഓരോരുത്തരുടെ നോട്ടവും ചിരിയും മടക്കിപ്പറിച്ച സംസാരവും. ഇനിയും അത് മേടിച്ചു കൂട്ടാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ നാളെ തന്നെ പോകും. അതും പറഞ്ഞ് ലാപ്ടോപ്പ് അടച്ച് അതും എടുത്ത് അവൻ നടന്നു. ബാൽക്കണിയിൽ നിന്ന് ആരോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു അബി. ഞാൻ നാളെ മറ്റന്നാൾ അങ്ങെത്തും. ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ വന്നിട്ട് പറയാം. ശരി. ഫോൺ കട്ട് ചെയ്ത് അവൻ തിരിഞ്ഞതും മുന്നിൽ കൈയും കെട്ടി തന്നെ നോക്കുന്ന ദീപക്കിനെ കണ്ട് അവനൊന്ന് അമ്പരന്നു. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. നീ അപ്പോൾ പോകാൻ തന്നെ തീരുമാനിച്ചല്ലേ? അതെ. ഇനി ഇവിടെ നേരത്തെ എന്തിനാ? അത് നേരാ. അല്ല, പ്രിയ എന്ത് പറഞ്ഞു? എനിക്കറിയില്ല. അവൻ വരുന്നുണ്ടെങ്കിൽ വരട്ടെ. കല്യാണം കഴിഞ്ഞ് 2 ദിവസമല്ലേ ആയുള്ളൂ. പെട്ടെന്ന് അമ്മയൊക്കെ വിട്ട് നിൻ്റെ കൂടെ എറണാകുളത്തേക്ക് അവൾ വരണമെന്ന് പറഞ്ഞാൽ അത് അവൾക്ക് വിഷമാവില്ലേ? വരുണുമായിട്ടുള്ള കല്യാണം നടത്തിയിരുന്നിൽ അവൾക്ക് അന്ന് തന്നെ അവൻ്റെ കൂടെ പോകേണ്ടി വരുമായിരുന്നില്ലേ? അവന് പകരം ഞാനായി പോയി എന്നല്ലേ ഉള്ളൂ. അവൾ തോന്നുമ്പോൾ വരട്ടെ, എനിക്കൊരു പ്രശ്നമില്ല, അവൻ കൂളായി പറഞ്ഞു. എന്നാലേ അവളിപ്പോഴേ വരുന്നില്ലെന്നാണ് അവൾ പറഞ്ഞത്. അത് കേട്ടതും അവനൊന്ന് ഞെട്ടി. എപ്പോൾ പറഞ്ഞു? ആരോട് പറഞ്ഞു? അവൻ പരിഭ്രമത്തോട് ചോദിച്ചു. അത് കേട്ട് അവൻ ചിരി അടക്കി. അതിന് നീ ഇതിനിങ്ങനെ ടെൻഷനാകുന്നത്? അവൾ വരുന്നില്ലേ വരണ്ടെന്നല്ലേ നീ പറഞ്ഞത്? അത് കേട്ടതും അവന് കിടന്ന് പരിങ്ങി. അത് പിന്നെ അവളെ കെട്ടിയിട്ട് ഉപേക്ഷിച്ചിട്ട് പോയെന്നല്ലേ ഇനി നാട്ടുകാർ പറയും. ഇനി ആ പഴിയോട് ഞാൻ ചുമക്കണോ? അങ്ങനെ. നാളെ തന്നെ പോകണമെന്നില്ല, വേണേ 2 ദിവസം കഴിഞ്ഞ് പോകാം. ഏതായാലും ഇങ്ങനെയൊക്കെ ആയില്ലേ. മതി മോനെ നിൻ്റെ ഉരുണ്ട് കളി. എന്തായാലും അവളില്ലാതെ നീ ഇവിടുന്ന് പോകില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചതാ ഞാൻ. ദീപക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ പല്ലു കടിച്ചുകൊണ്ട് അവനെ നോക്കി. ആ സമയം ഗോമതി എവിടേക്ക് വന്നു. അബി, നീ ഇപ്പോൾ ഏതായാലും നാളെ മറ്റന്നാളോ പോവാനാണല്ലോ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അച്ഛനെ വിളിച്ചിരുന്നു. നാളെ നമ്മളോട് അങ്ങോട്ട് വിരുന്നിന് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞ് മറ്റന്നാൾ എറണാകുളത്തേക്ക് പോകാം. എന്താ? ഗോമതി ചോദിച്ചു. അല്ല, അപ്പോൾ അവൾക്ക് വരാൻ താല്പര്യമില്ലേ? അവൾക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ അവൻ ദീർഘമായി ഒന്ന് നിർത്തി അമ്മയെ ഒളികണ്ണിട്ട് നോക്കി. അവൾക്ക് താല്പര്യമില്ലാതെ നീ താലിയിട്ട് അവൾ ഇവിടെ നിർത്തി പോകണമെന്നാണോ? അത് നടക്കില്ല. മേലെടുത്ത തറവാട്ടിലെ മരുമകളവൾ. അതുകൊണ്ട് അവൾ നമ്മുടെ കൂടെ വരും. അതും പറഞ്ഞ് ഗോമതി പോയതും അവൻ ആശ്വാസത്തോടെ ചിരിച്ചു. ദീപക് ഇത് കണ്ട് തലയാട്ടി. പിറ്റേന്ന് കാലത്ത് തന്നെ എല്ലാവരും ചന്ദ്രോത്ത് തറവാട്ടിലെത്തി. അബിക്ക് എന്തുകൊണ്ടോ എല്ലാവരെയും ഫേസ് ചെയ്യാൻ ഒരു മടി തോന്നി. പക്ഷേ എല്ലാവരും സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു. അമ്മയെ കണ്ടതും പ്രിയ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. പിറ്റേന്ന് കാലത്ത് തന്നെ അവർ എറണാകുളത്തേക്ക് പോകാൻ തയ്യാറായി. വാസന്തി അബിയുടെ അരികിലേക്ക് വന്നു. മോനെ, നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അന്ന് അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെയൊക്കെ പറയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. മോനെ, അതൊന്നും മനസ്സിൽ വെക്കരുത്. എൻ്റെ മോള് പാവം. അവളോട്
ആ വിരോധമൊന്നും മോൻ കാണിക്കരുത്. വാസന്തി കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞതും അവൻ കൈ പിടിച്ചു. എന്താ അമ്മായി ഇത്? എന്നെക്കുറിച്ച് അമ്മായി ഇങ്ങനെയൊക്കെയാണോ കരുതി വെച്ചിരിക്കുന്നത്? ഞാൻ എന്ന അമ്മായിയുടെ ആ പഴയ മണിക്കുട്ടൻ തന്നെയാണ്. പ്രിയെ ഞാൻ നോക്കിക്കോളാം. അവൻ ആ കൈ പിടിച്ച് പറഞ്ഞതും വാസന്തിക്ക് ആശ്വാസമായി. എല്ലാവരുടെയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി അവർ യാത്രയായി. സന്ധ്യയോടെ അവർ എറണാകുളത്തെത്തി. കാറൊരു പടുകൂറ്റൻ ഗേറ്റിന് മുന്നിൽ നിന്നതും പ്രിയ മയക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന് ചുറ്റും നോക്കി. കാറൊരു പടുകൂറ്റൻ ഗേറ്റ് കടന്ന് ഒരു വലിയ ബംഗ്ലാവിൻ്റെ മുറ്റത്ത് ചെന്ന് നിന്നു. ജോലിക്കാരൻ കാറിനടുത്തേക്ക് ഓടി വന്നു. അകത്തു നിന്ന് ജോലിക്കാരിയും ഇറങ്ങി വന്നു. എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങി. പ്രിയ അമ്പരപ്പോടെ ആ വീട് മൊത്തം ഒന്ന് വീക്ഷിച്ചു. മേലെടുത്ത തറവാട്ടിനേക്കാൾ വലിപ്പവും തലയെടുപ്പും ഉണ്ട് ഈ വീടിന്. എല്ലാവരും വീടിനകത്തേക്ക് കയറിപ്പോയി. ചേച്ചി അവിടെ തന്നെ നിൽക്കുന്നത്, കയറി വാ, നിമ്മി പറഞ്ഞു. അവൾ കയറാൻ ഒരുങ്ങിയതും അവിടെ നിൽക്കി എന്ന് ഗോമതിയുടെ ശബ്ദം കേട്ട് അവൾ നിന്നു. കത്തിച്ച ആരതി തട്ടുമായി അവർ അവിടേക്ക് വന്നു. കല്യാണം കഴിഞ്ഞ് ആദ്യമായി വരികയല്ല എൻ്റെ മോള്, ആരതി ഒഴിഞ്ഞു വേണം സ്വീകരിക്കാൻ. നീ ഇങ്ങോട്ട് ചേർന്ന് നിൽക്കടാ, ഗോമതി പറഞ്ഞു. അമ്പി അവളുടെ അരികിൽ ചെന്ന് നിന്നു. ഗോമതി ഇരുവരെയും നന്നായി ഒന്ന് ഒഴിഞ്ഞു. വലതുകാൽ വെച്ച് കയറി വാ മോളെ, ഗോമതി പറഞ്ഞു. പ്രിയ സന്തോഷത്തോടെ വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി. അപ്പോൾ ആൻറ്റി ഞാനിന്ന് അങ്ങോട്ട് ചെല്ലട്ടെ, ദീപക് പറഞ്ഞു. അതെന്തിനാടാ? ഗായത്രിൻ്റെ വീട്ടിന് 2 ദിവസം കഴിഞ്ഞല്ലേ വരൂ. അത്ര വരെ എന്തിനാ ആ വീട്ടിൽ ഒറ്റയ്ക്ക് പോയി കഴിയുന്നത്? 2 ദിവസം ഇവിടെ നിൽക്കടാ. അത് ശരിയാവില്ല ആൻറ്റി, എനിക്ക് അടുത്ത പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് പേപ്പർ വർക്ക്സൊക്കെ ഉണ്ട്. പിന്നെ 1-2 പേരെ കാണാനുണ്ട്. അതുകൊണ്ട് ഞാൻ പോവാം. അപ്പോൾ പ്രിയ ഞാൻ ഇറങ്ങും കേട്ടോ. ഇതിന് തൊട്ടടുത്ത് കാണുക എൻ്റെ വീട്. അച്ഛനും അമ്മ ഇപ്പോൾ അവിടെ ഇല്ല. ചേച്ചിയുടെ കൂടെ ഓസ്ട്രേലിയയിലേക്ക് പോയിരിക്കുക. 2 ദിവസം കഴിഞ്ഞ് വരും. അപ്പോൾ സൗകര്യം പോലെ അഭിയും കൂട്ടി അവിടേക്ക് വരാം. എന്നാൽ ശരി. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു. മോള് ചെന്ന് ഒന്ന് ഫ്രഷ് ആവുക. മനു, നീ മോളെയും കൂട്ടി മുറിയിലേക്ക് അല്ലേ, ഗോമതി പറഞ്ഞു. അവൻ അവളെ നോക്കി മുകളിലേക്ക് നടന്നു. അവന് പിന്നാലെ അവളും നടന്നു. ഡോർ തുറന്ന് അകത്ത് കയറിയതും അഭി ചെന്ന് ടവലെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. പ്രിയ മടിച്ച് അകത്തേക്ക് കയറിയതും അമ്പരത്ത് പോയി. ചന്ദ്രോത്ത് തറവാട്ടിലെ മുറിയേക്കാളും വലിപ്പമുണ്ട്. ഡബിൾ കോട്ട് ബെഡ്, ചുവര് TV, ഒരിടത്തെ ടേബിൾ, സോഫ തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാം നോക്കി അമ്പരപ്പോടെ നടന്നതും ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന അഭിയുമായി കൂട്ടുമുട്ടി. വീഴാൻ പോയതും അവൻ അവളെ പിടിച്ചു. ഇരുവരും ഒരു നിമിഷം പരസ്പരം നോക്കി. പേടിച്ചിരണ്ട പീഡമാനിൻ്റെ മിഴികൾ പോലെ അവളുടെ കണ്ണുകൾ പിടയ്ക്കുന്നത് കണ്ട് അവൻ്റെ മനം തുടിച്ചു. പെട്ടെന്ന് എന്തോർത്തതുപോലെ അവൻ പിടിവിടത് എന്ന് നിലവിളിച്ചുകൊണ്ട് അവൾ നിലത്ത് വീണു. എന്താ നിങ്ങൾ കാണിച്ചത്? എൻ്റെ നടുപോയി. നോക്കി കണ്ട് നടന്നില്ലേ? നടു മാത്രമല്ല പലതും ഓടിയും. ഇത് നിൻ്റെ നാട്ടിലെ കോഴിക്കോടല്ല, ബംഗ്ലാവാ, അത് ഓർമ്മ വേണം. അതും പറഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നതും അവൾക്ക് ദേഷ്യം വന്നു. പിന്നെ ഇതെൻ്റെ മുറിയാണ്, അതുകൊണ്ട് തന്നെ വലിയ അധികാരമൊന്നും കാണിക്കാൻ നോക്കണ്ട. പിന്നെ സിനിമയിലും സീരിയലുകളിലും കാണുന്നത് പോലെ നിലത്ത് പായ വിരിച്ച് കിടക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നല്ല ബ്ലാങ്കറ്റ് ഉണ്ട്, അത് വിരിച്ച് കിടന്നാൽ മതി, അവൻ ചിരി അടക്കി പറഞ്ഞു. അത് കേട്ടതും അവൾക്ക് രോഷം ഇരച്ചു കയറി. ഡോ നിൽക്കണോ അവിടെ? അവളുടെ സ്വരത്തിലുള്ള പെട്ടെന്നുള്ള മാറ്റം കണ്ട് അവൻ അമ്പരപ്പോടെ തിരിഞ്ഞു നോക്കി. സാരി തല പിടിപ്പിൽ കുത്തി അവൾ അവൻ്റെ അരികിലേക്ക് വന്നു. താൻ ആരാണെന്നാടാ തൻ്റെ വിചാരം? കുറേ നേരമായി താൻ കിടന്ന് ആള് കളിക്കുന്നു. ഞാനൊന്ന് താണു തന്നപ്പോൾ നിങ്ങളെൻ്റെ തലയിൽ കയറാൻ നോക്കിയാണോ? അയ്യടാ, അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. ഞാനേ ചന്ദ്രോത്ത് തറവാട്ടിലെ രാജേന്ദ്രൻ്റെ മകളാ, അത് മറന്ന് സംസാരിക്കരുത്. പിന്നെ ഒരു കാര്യം കൂടി, ഇതെന്താ? അവൾ താലി ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. അത് താലി ഇതാരാ എൻ്റെ കരുതി കിട്ടിയത്? അത് ഞാൻ ആണല്ലോ. അപ്പം ഞാൻ നിങ്ങളുടെ ആരാന്ന്? അത് ഭാര്യ ആണല്ലോ. അങ്ങനെയെങ്കിൽ ഈ മുറിയിൽ എനിക്കും അവകാശമുണ്ട്. കൂടുതൽ ജാട കളിക്കാൻ വന്നാൽ ഈ കൃഷ്ണപ്രിയ ആരാണെന്ന് നിങ്ങളറിയും. പറഞ്ഞില്ലെന്ന് വേണ്ട. അതും പറഞ്ഞ് ദേഷ്യത്തോടെ അവൾ ബാത്റൂമിലേക്ക് കയറിപ്പോയതും അഭി വായും പൊളിച്ച് അവിടെ നിന്നു. തുടരും.